ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ ഖാതമിൻ നബിയ്യീൻ മുഹമ്മദിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വരാനിരിക്കുന്ന വ്യക്തി ഈ ഉമ്മത്തിലെ വ്യക്തിയായിരിക്കും, പണ്ട് മരിച്ചുപോയ ഈസാ ഇബ്നു മറിയം അല്ല എന്നുള്ളതിലേക്ക് തെളിവ് ഇമാം മഹദിയുടെ വരവാണ്. മഹദി ഇമാം വരുമ്പോൾ ആ മഹദി ഇമാം ഈ ഉമ്മത്തിലെ വ്യക്തിയായിരിക്കുമെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. ഒരു ആർക്കും ഒരു ഭിന്നാഭിപ്രായമില്ല. പക്ഷെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമാണ്, വരാനിരിക്കുന്ന മഹദി തന്നെ ആയിരിക്കും മസീഹ് ഇബ്നു മറിയം എന്ന്. അത് രണ്ടും ഒരേ വ്യക്തിയാണെന്ന് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നേർക്ക് നേരെയുള്ള ഹദീസുകളിലും ആ രണ്ട് വ്യക്തികളുടെയും പ്രവർത്തനങ്ങളെയും ആ രണ്ട് വ്യക്തികളുടെയും പിന്നെ സ്വഭാവ ഗുണങ്ങളെയും ഒക്കെ പരാമർശിച്ചുകൊണ്ട് ഹദീസുകൾ വന്നിട്ടുണ്ട്. അത് കൃത്യമായി നാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, മസീഹ് ഇബ്നു മറിയം, വരാനിരിക്കുന്ന മസീഹ് ഇബ്നു മറിയമും ഇമാം മഹദിയും ഒരേ വ്യക്തി തന്നെയാണ് എന്നുള്ളത്. അതിനുള്ള ഏറ്റവും വ്യക്തമായി പറയുന്ന ഹദീസാണ് ഇബ്നു മാജയുടെ ഹദീസ്, ഖുലൽ മഹദിയു ഇല്ലാ ഈസാ ഇബ്നു മറിയം. ഈസാ ഇബ്നു മറിയം അല്ലാതെ വേറൊരു മഹദി ഇല്ല. അത് ഇബ്നു മാജ പിന്നെ കിതാബുൽ ഫിതൻ ഷിദ്ദത്തു സമാൻ ബാബിൽ കാണാം. വ്യക്തമായി പറയുന്നുണ്ട്. ഈ ഹദീസിനെ അത് ദഈഫാന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പക്ഷേ പണ്ഡിതന്മാർ തന്നെ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ട് യഥാർത്ഥത്തിൽ വരാനിരിക്കുന്ന മഹദി ഈസാ ഇബ്നു മറിയം തന്നെ ആയിരിക്കും, ഈസാ ഇബ്നു മറിയം വരുമ്പോൾ അദ്ദേഹം തന്നെ ആയിരിക്കും മഹദി എന്നൊക്കെ പിന്നെ അവർ തഅ്വീൽ ചെയ്ത് അതിന് സമ്മതിക്കുന്നുമുണ്ട്. ഏതായാലും റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞൊരു ഹദീസാണ് ഇബ്നു മാജയിലെ ഹദീസ്, ലൽ മഹദിയു ഇല്ലാ ഈസാ ഇബ്നു മറിയം. ഈസാ ഇബ്നു മറിയം അല്ലാതെ വേറൊരു മഹദി ഇല്ല. അത് തന്നെ റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞായിട്ട് മറ്റു ഹദീസുകളും ഉണ്ട്. മുസ്നദ് ഇമാം അഹ്മദ് റിവായത്ത് ചെയ്യുന്ന ഈസാ ഇബ്നു മറിയമിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞ ഹദീസിൽ യൂഷിക്കു മൻ ആശ മിൻകും അൻ യൽഖാ ഈസാ ഇബ്നു മറിയമ ഇമാമൻ മഹദിയൻ. അന്ന് ജീവിച്ചിരിക്കുന്നവർ ഈസാ ഇബ്നു മറിയമിനെ ഇമാം മഹദി ആയിക്കൊണ്ട് കാണുമെന്ന് അവിടെ വ്യക്തമായി അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിലുപരിയായി വരാനിരിക്കുന്ന മസീഹിന്റെ ചില ഗുണങ്ങൾ പറഞ്ഞ അതേ രൂപത്തിൽ തന്നെ മഹദിയുടെ ഗുണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഹുലിയ, മസീഹിന്റെ ഹുലിയ രൂപം പറഞ്ഞിട്ടുണ്ടല്ലോ. ഫൈദ റജുലുൻ ആദമു കഅഹ്സനി മാ യുറാ മിൻ ഉദ്മിർ റിജാൽ എന്ന ബുഖാരിയിലുണ്ട്. ഗോതമ്പ് നിറത്തിലുള്ള വളരെയധികം കണ്ട വളരെ സൗന്ദര്യമുള്ള ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുക എന്ന് മസീഹിനെ കുറിച്ച് പറഞ്ഞു. അതേ പദങ്ങളാണ് മറ്റൊരു രീതിയിൽ ഇമാം മഹദിയെ കുറിച്ച് പറഞ്ഞത്. കൻസുൽ ഉമ്മാലിന്റെ ഹദീസ് ഉണ്ട്, ഫതാ മിൻ ഖുറൈശ് ആദമു ദർബും മിനർ റിജാൽ. ഇവിടെയും കൃത്യമായി ആദം എന്ന പദം എടുത്തുകൊണ്ട് ആ ഗോതമ്പ് നിറത്തിലുള്ള ആ പിന്നെ സൗന്ദര്യത്തെ പരാമർശിച്ചാണ് മഹദിയെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത്. പിന്നെ മസീഹിനെ കുറിച്ച് വന്ന ഹദീസുണ്ട്, മുസ്ലിമും തിരുമിതിയിലൊക്കെയുള്ള ഹദീസുണ്ട്. യൻസിലു ബൈന മഹ്റൂദത്തൈൻ, രണ്ട് പുതപ്പുകൾക്ക് ഇടയിലാണ് ഇറങ്ങുക എന്നുള്ളത്, അല്ലെങ്കിൽ പുതച്ചുകൊണ്ടാണ് വരിക എന്നുള്ളത്. അത് തന്നെ അബൂ നഈമിന്റെ ഹദീസിൽ മഹദിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അലൈഹി അബാഅത്താനി ഖത്വാനിയത്താനി, രണ്ട് ഖത്വാനി കോട്ട് പോലെയുള്ള ചാദർ പോലെ അല്ലെങ്കിൽ പിന്നെ പുറംകോട്ട് ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുക എന്ന് മഹദിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കന്നഹു മിൻ റിജാലി ബനി ഇസ്രായേൽ, അദ്ദേഹം ബനി ഇസ്രായേലിന്റെ ഒരാളെ പോലെ ആയിരിക്കും കാണപ്പെടുക എന്ന്. അവിടെയും ബനി ഇസ്രായേൽ ആളെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഈസാ ഇബ്നു മറിയം ആണെങ്കിൽ. പക്ഷെ ബനി ഇസ്രായേൽ ഒരാളെ പോലെയാണ് എന്ന് കൂടെ ആ ഹദീസിൽ വന്നിട്ടുണ്ട്. അതുപോലെ മസീഹ് ഇബ്നു മറിയമിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു, യുഫീദുൽ മാല അല്ലെങ്കിൽ യഫീദുൽ മാൽ ഹത്താ ലാ യഖ്ബലഹു അഹദ് എന്ന് ബുഖാരിയിലെ റിവായത്തിലുണ്ട്. അദ്ദേഹം ഒരുപാട് മാല് പിന്നെ വിതരണം ചെയ്യും, ധനം വിതരണം ചെയ്യും, സമ്പത്ത് വിതരണം ചെയ്യും, അത് സ്വീകരിക്കാൻ ആളുകൾ ഉണ്ടാവില്ല എന്ന്. അതുപോലെ തന്നെ മഹദിയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്, ഫയഖ്സിമുൽ മാല വയഅമലു ഫിന്നാസി ബിസുന്നത്തി നബിയിഹിം എന്ന് അബൂ ദാവൂദിന്റെ ഹദീസിൽ മഹദിയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് മാല് അല്ലെങ്കിൽ സമ്പത്ത്, സ്വത്ത് വിതരണം ചെയ്യുമെന്ന്. അപ്പൊ ഇതൊക്കെ കൂട്ടി വായിച്ചാൽ മഹദിയും മസീഹും ഒരാളെന്ന് വ്യക്തമായി അറിയാം. അപ്പോൾ ആ വരാനിരിക്കുന്ന മസീഹ് ഈ ഉമ്മത്തിൽപ്പെട്ട വ്യക്തി തന്നെയാണെന്ന് ആർക്കും ഉറപ്പിക്കാം. തശ്ബീഹായി പറയുകയാണെങ്കിൽ എല്ലാ സമയത്തും ഈസാ ഇബ്നു മറിയം എന്ന് മാത്രം എന്തുകൊണ്ട് പറഞ്ഞു, വേറെ പേരിൽ എന്തുകൊണ്ട് അറിയപ്പെട്ടിട്ടില്ല എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു അദ്ദേഹം. അതിനുള്ള മറുപടി കൂടിയാണിത്. കാരണം വരാനിരിക്കുന്ന വ്യക്തി ഈസാ ഇബ്നു മറിയം എന്ന് മാത്രമല്ല അൽ മഹദി എന്ന് പറഞ്ഞിട്ട് റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആ മഹദിയുടെ പല ഗുണങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതല്ലാത്തവർക്കും മഹദി എന്ന പേര് വന്നിട്ടുണ്ട്, അത് വേറെ വിഷയം. ആ ചർച്ച വരികയാണെങ്കിൽ അപ്പം നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഇവിടെ ലൽ മഹദി ഇല്ല, ഈസാ ഇബ്നു മറിയം അല്ലാതെ വേറൊരു മഹദി ഇല്ല. മഹദിയും ഈസാ ഇബ്നു മറിയം ഒന്നാണ് എന്ന് ഒന്നിലധികം ഹദീസുകൾ കൊണ്ടും
അവരവരുടെ ആ പറയപ്പെട്ട പ്രവചനങ്ങളിൽ വന്നിട്ടുള്ള ആ പ്രവർത്തനങ്ങളെ കൊണ്ടും അവർ വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ പരാമർശ ഭാഗത്ത് വ്യക്തമായി റസൂൽ തിരുമേനി പറയുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ പേര് മാത്രമല്ല അറിയപ്പെട്ടിരിക്കുന്നത്. പിന്നെ ബുഖാരി എടുത്ത് നോക്കുക. ബുഖാരിയിൽ മസീബിനും മറിയമിനെ കുറിച്ചുള്ള ഹദീസുകൾ കുറേ ഉണ്ട്. നുസൂൽ മസീദിനെ കുറിച്ച് ഒരുപാട് ഹദീസുകളുണ്ട്, 70ഓളം ഹദീസുകളുണ്ട്. നമ്മൾ സലാഹി സാബ് എല്ലായിടത്തും പറയുന്നുണ്ട്. പക്ഷേ ബുഖാരിയിലെ ഇമാം മഹദിയെ കുറിച്ചുള്ള ഒരൊറ്റ ബാബ് കൂടിയില്ല. ഒരൊറ്റ ഹദീസിനെ 7 തവണ ബുഖാരിയിൽ കൊണ്ടുവന്ന് 7 അബുവാബുകളിൽ പറഞ്ഞ ഇമാം ബുഖാരി ഇമാം മഹദിയുടെ വരവിനെ കുറിച്ചുള്ള ഒരൊറ്റ ബാബും അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്ന് വന്നിട്ടില്ല. അപ്പോൾ ഇമാം മഹദി വരില്ല എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം. മറിച്ച് ഇമാം മഹദി ഈസ ഇബ്നു മറിയം ഒന്ന് തന്നെ എന്നുള്ളേക്കുള്ള മറ്റൊരു വളരെയധികം വ്യക്തമായ തെളിവ് കൂടിയാണ് അത്. അപ്പോൾ ആ വരുന്ന മഹദി ആകാശത്ത് നിന്നല്ല, മരിച്ചുപോയ ഈസ ഇബ്നു മറിയം അല്ല എന്ന വിശ്വാസം നിങ്ങൾക്ക് ഉണ്ട് താനും. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഇമാമുക്കും എനിക്കും എന്നതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക.